यहाँ फिल्म चल रही है। तू हाँ तू शांति से बैठ, हद में रह। क्या कर रहा है तू? इतना बड़ा बड़ा आदमी बोल रहा है, तेरे को शर्म है नहीं है? संभल जा, नहीं तो बाहर मिलूंगा। आ बाहर, तू आ बाहर, दिखाता हूँ साले क्या चीज हूँ मैं। कुट्टी कुट्टी काटूंगा, कुट्टी कुट्टी बेटा, मिलेगा नहीं तू। കേരളത്തിന്റെ പത്രങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്റ്റാർ ആണ്. ആളുകളുടെ വോട്ട് നേടി അധികാര സ്ഥാനത്തിലേക്ക് എത്തിയ സുരേഷ് ഗോപിജി അദ്ദേഹത്തിന്റെ അധികാര സ്ഥാനം എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മകളുടെ കല്യാണത്തിന് മോഡിജിയെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സവർണ അനുരാഗം പല വേദികളിലും പറയാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകരോടും അതേപോലെ സാധാരണ ജനത്തോടും ധാർഷ്ട്യം കാണിക്കാൻ വേണ്ടി ആ ഒരു അവസരത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തമ്പ്രാൻ മനോഭാവം ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഭഗവാന്റെ പേരിൽ പിടിച്ചു പറിച്ചുണ്ടാക്കിയ കുറെ പണം ഉണ്ടല്ലോ സ്വാമി, കോടിക്കണക്കിന്. അതുകൊണ്ട് പണിയാ ക്ഷേത്രം. അല്ലാതെ ഞാൻ ഒരു കാശ് പോലും തരില്ല. തന്നാൽ തന്നെ അത് സർക്കാർ ഭരിക്കുന്ന ദേവസ്വം ഭണ്ഡാരത്തിൽ പോയി ചേരും. ഇവിടുത്തെ ഊച്ചാളി രാഷ്ട്രീയക്കാർക്ക് എടുത്തിട്ട് തിന്നു കുടിക്കാൻ. വേണമെങ്കിൽ ചിലപ്പോ ചർച്ചിനും മോസ്കിനും പോലും ഞാൻ കൊടുത്തിരിക്കും. തിരുസഭയുടെയും വഖഫ് ബോർഡിന്റെയും സ്വത്തുക്കളെ സംരക്ഷിക്കാൻ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന അവർക്കറിയാം, അവിടെ എങ്ങും ഒരു ഊച്ചാളി രാഷ്ട്രീയക്കാരൻ കയറി കളിക്കില്ല. 33 കോടി ദേവതകളെ ആരാധിക്കുന്ന നിങ്ങളുടെ സമുദായക്കാർക്ക് അതറിയില്ല, നിങ്ങൾക്കും അതറിയില്ല. എന്ന് നിങ്ങളുടെ സമുദായക്കാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു, അന്ന് ഞാൻ തരും പണം. കരുത്തുറ്റ ആർജവമുള്ള പോലീസ് കഥാപാത്രങ്ങൾ, രാഷ്ട്രീയ നേതാക്കളുടെ കഥാപാത്രങ്ങൾ, മന്ത്രിമാരുടെ കഥാപാത്രങ്ങൾ, സമര നായകന്മാരുടെ കഥാപാത്രങ്ങൾ, ജേർണലിസ്റ്റിന്റെ കഥാപാത്രങ്ങൾ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ സുരേഷ് ഗോപിജി എന്റെയൊക്കെ ബാല്യകാലത്തിൽ ഞാൻ കണ്ട പല സിനിമകളിലും അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, ഈ ആൾ റിയാലിറ്റിയിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സൂപ്പർ ആയിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രകടനങ്ങൾ കാണുന്ന സമയത്ത് ഏതൊരു സാധാരണക്കാരനും എന്താണ് ഒരു സിനിമയുടെ കാമ്പ് എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് ആ ഒരു സ്ക്രിപ്റ്റും ആ ഒരു ഡയലോഗുമാണ്. അതിങ്ങനെ പറയുന്ന ആൾക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രാധാന്യമൊന്നും നമ്മൾ കൽപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അങ്ങനെ കൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാണേണ്ടി വരും.